കഴിഞ്ഞ ദിവസം മല്ലിക സുകുമാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ വീഡിയോ കണ്ടിരുന്നു കേട്ടോ. പണ്ട് അവരെ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോഴത്തേക്കും ഞാൻ കരുതിയിട്ടുണ്ട് എന്ത് പക്വതയായിട്ടാണ് അവർ ചിന്തിക്കുന്ന പോലെയൊക്കെ എല്ലാവരും ചിന്തിച്ചിരുന്നു എങ്കിലെന്ന്. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പം എനിക്കെന്തോ ഇതെന്താ ഇങ്ങനെയെന്ന് തോന്നിപ്പോയി കേട്ടോ. ആ വീഡിയോയിൽ മരുമകളുടെ സ്ഥാനത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. അതായത് സ്വന്തം അമ്മയേക്കാൾ സ്ഥാനം എപ്പോഴും കൊടുക്കേണ്ടത് അമ്മാവി അമ്മയ്ക്കാണ്. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തോന്നി. ഇത് ആരെയും കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ അല്ല. ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് വരുമ്പോൾ അവൾ ആ വീട്ടിനെ സ്വന്തം വീടായി കാണാൻ ശ്രമിക്കും. മരുമകളെ സ്വന്തം മകളായിട്ട് കാണാൻ ആ വീട്ടുകാർക്ക് സാധിച്ചാൽ മാത്രമേ ആ പെൺകുട്ടിക്ക് അമ്മായിയമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണാനും പറ്റൂ. സ്വന്തം വീട്ടിൽ നിന്ന് മാറി വരുന്ന ഒരു പെൺകുട്ടിക്ക് ആ വീട്ടിൽ നിന്ന് കിട്ടുന്ന പരിഗണനയാണ് അവളെ മാറ്റുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അമ്മാവിയമ്മ മരുമകളെ മകളായി കാണുന്നിടത്താണ് ആ ബന്ധം തുടങ്ങേണ്ടത്. അല്ലാണ്ട് മരുമകൾ മാത്രം എപ്പോഴും സ്നേഹിക്കണം, ബഹുമാനിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ ആ വീഡിയോയിൽ പറഞ്ഞത് അമ്മയ്ക്ക് മകനെ ഉപദേശിക്കാനും ചീത്ത പറയാനും ഒക്കെ അവകാശമുണ്ട്, അതൊരു പ്രശ്നമായിട്ട് മരുമകൾ കാണരുതെന്ന്. അമ്മയ്ക്ക് മകനെ ഉപദേശിക്കാനും ചീത്ത പറയാനും ഒക്കെ അവകാശമുണ്ട്. പക്ഷെ ആ ഉപദേശം മറ്റൊരു പെണ്ണിന്റെ സമാധാനം കളയാനുള്ള ഒന്നായി മാറരുത്. ഒരു പെൺകുട്ടി അമ്മാവിയമ്മയെ അമ്മയായി കാണണമെന്ന് നിർബന്ധം പിടിക്കുന്നവര് സ്വന്തം മകൻ അമ്മാവി അമ്മയെ അമ്മയായിട്ട് കാണുമ്പോൾ എന്തുകൊണ്ട് സമൂഹം അവനെ പരിഹസിക്കുന്നു? അവൻ പെൺവഴിയെ പോകുന്നവൻ, ഭാര്യ വീട്ടുകാരെ താങ്ങുന്നവൻ, അവളുടെ തലയണ മന്ത്രം എന്നുള്ള വാക്കുകൾ കേൾക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ സമൂഹം പെണ്ണിനെ മാത്രം എപ്പോഴും ഇത്തരം നിയമങ്ങൾ വച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. 10% ആളുകൾക്ക് മാത്രമാണ് നമ്മുടെ സമൂഹത്തിൽ പരസ്പരം അമ്മയും മകളും പോലെ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ബാക്കി അമ്മാവിയമ്മ പാവമാകുമ്പോൾ മരുമകൾ വില്ലത്തിയാകും, തിരിച്ച് മരുമകൾ പാവമാകുമ്പോൾ അമ്മാവമ്മ വില്ലത്തിയാകുന്നുണ്ട്. ഈ ഒരു മിക്സ് മാച്ചാണ് പല വീട്ടിലും സമാധാനം കളയുന്നത്. സ്നേഹം രണ്ട് ഭാഗത്തു നിന്നും തുല്യമായി വന്നാൽ മാത്രമേ ആ 10% ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റൂ. അപ്പോൾ സന്തോഷം മാത്രം. ബൈ.